അങ്ങനെ ഈ അത്തച്ചമയത്തിന് ടാബ്ലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 9 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ടാബ്ലോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വർഷവും ഒരു 11 മണി 11:30 ആ ഒരു ടൈമിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരിയെങ്കിലും നേരത്തെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആകെ ഒരു ലാഗ് വന്നതെന്ന് വെച്ചാൽ വളരെ വളരെ ഗ്യാപ്പിട്ടിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ നിൽപ്പ് ഒരു 12:30 വരെ ഞങ്ങൾ നിന്നിട്ടോ. 9 മണി ഒരു 12:30 വരെ ഞങ്ങൾ അപ്പോൾ ഒരു വെയിലത്ത് നിന്ന്. പിന്നെ ഇതൊരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്കറിയാം ഡിലേ ആവുമെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ട് വന്ന് നിൽക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ലൊരു ലോങ് വീഡിയോ ആയിരിക്കും. പരമാവധി ഞാൻ ഷോർട്ടാക്കി ആണ് ഇതിൽ വീഡിയോ ഒക്കെ ആക്കിയിട്ടേക്കുന്നത്. അതിൽ പകുതിയും എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ ബാറ്ററി ലോ ആയിപ്പോയി. എന്നാലും എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ വീഡിയോ എടുത്തതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണന്റെ ഏറല്ലോ ഈ ഒരു ടാബ്ലോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ആ കൈക്കുള്ളിൽ കിടക്കുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. ഇത് മൊത്തം നമ്മുടെ ചേട്ടന്മാരൊക്കെ തന്നെയാണ്. അതായത് കാരിക്കോട് ടീമിൻ്റെ മെഡ്ബൺ ക്ലബിൻ്റെ ടാബ്ലോ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ 3-3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ടാബ്ലോ ഒക്കെ കണ്ട് നേരെ ഇറങ്ങിയിട്ട് സ്റ്റാച്യു ജംഗ്ഷനിലേക്ക്. ഞങ്ങൾക്ക് സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് വരേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ വണ്ടി വെച്ചേക്കുന്ന DDCയുടെ അവിടെയാണ്, അതായത് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക്. പക്ഷേ ഞങ്ങൾ വെറുതെ സ്റ്റാച്യു ജംഗ്ഷൻ വരെ വന്ന് ഇടി കൊണ്ടിട്ടാൽ പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ വണ്ടി എടുക്കാൻ പോയി. വണ്ടി എടുത്ത് വന്ന് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണ്ട. വീട്ടിൽ ചെന്നിട്ട് അടുത്ത ടാബ്ലോയ്ക്ക് പോകണം. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അവിടെ മുളന്തുരുത്തിയിലും ടാബ്ലോ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ അടുത്തത് അത് കാണാൻ വേണ്ടി പോകാനായിട്ട്.